ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു നല്ല ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനും കൂട്ടരും സ്നേഹതീരത്തേക്ക് കയറി വരുന്ന കാണുന്ന ശാരദ അവരെ അകത്തേക്ക് സ്വീകരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ചെറുക്കൻ്റെ അമ്മ പറയും, അയ്യോ ഇതാണല്ലേ പെണ്ണിൻ്റെ അമ്മ. പെണ്ണിൻ്റെ അമ്മയെ കണ്ടാൽ തന്നെ അറിയാം ഇനി പെണ്ണിനെ കാണേണ്ട ഒരു ആവശ്യവും ഇല്ലെന്ന്. ഈ അമ്മയുടെ മകള് എന്തായാലും നല്ല സുന്ദരി കുട്ടിയായിരിക്കും എന്ന് ഉറപ്പല്ലേ എന്ന് ശാരദയെ കൊണ്ട് അവർ സംസാരിക്കുക. ഞാനിപ്പം ജയപാലനോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടങ്ങ് വന്നതേ ഉള്ളൂ. അകലേന്ന് കാണുമ്പം തന്നെ അത്രയ്ക്ക് ഐശ്വര്യമുണ്ട് എന്ന് പറയാം. അപ്പം ശാരദ ഒന്നും മിണ്ടില്ല കേട്ടോ. കയറി വാ എല്ലാവരും എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്താണ്. അപ്പം രാധമ്മയും ജയപാലൻ്റെ അടുത്ത് വന്നിരിക്കുക. ജയപാലൻ പരിചയപ്പെടുത്തും, ഇത് അരവിന്ദൻ്റെ അമ്മയാ, രാധ എന്നാ പേര്, ഞങ്ങളൊക്കെ രാധമ്മ എന്ന് വിളിക്കും എന്നും പറഞ്ഞ് പരിചയപ്പെടുത്താണ് കേട്ടോ. രാധമ്മയുടെ മുഖത്ത് അത്രയ്ക്ക് ഇങ്ങോട്ട് തെളിച്ചൊന്നുമില്ല. ഇതേ സമയം നമ്മുടെ ഗംഗയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് യമുന. തൊട്ടടുത്തായിട്ട് കാവേരി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം നിള അങ്ങോട്ട് കടന്നു വരും. അപ്പം നിളയോട് കാവേരി ചോദിക്കും, എന്തായിടി നീ ചെറുക്കനെ കണ്ടോ, എങ്ങനെയുണ്ട്, ഗംഗച്ചിക്ക് ചേരുന്ന ആളാണോ? ആ ജയപാലൻ കൊണ്ടുവന്നതായതുകൊണ്ട് എനിക്കത്ര പ്രതീക്ഷയൊന്നും ഇല്ല. അയാൾ എന്തോ നേട്ടത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയാം. എനിക്കതൊന്നും അറിയില്ല കാവേരി ചേച്ചി. അവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ആരാ ചെറുക്കനെന്ന് എനിക്കൊട്ടും മനസ്സിലായുമില്ല. ഓ, നിന്നെ ഈ കാര്യത്തിന് വിട്ട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് കാവേരി പറയാം. രാധമ്മ അടുത്ത് വന്ന് ഇരിപ്പുണ്ടോ എന്ന് കാവേരി വീണ്ടും ചോദിക്കും. ആ, അച്ഛമ്മ അവിടെ ഇരിക്കുന്നൊക്കെയുണ്ട്, പക്ഷെ മുഖത്തൊരു തെളിച്ചോ ഇല്ല. കാവേരി അപ്പോൾ പറയും, അത് അച്ഛമ്മയ്ക്ക് വിനീതേട്ടനെ കൊണ്ട് ഗംഗേച്ചിയെ കല്യാണം കഴിപ്പിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണ്. അത് നടക്കുന്നില്ലല്ലോ, അതിൻ്റെ വിഷമമാണ് മുഖത്ത് കാണിക്കുന്നത് എന്ന് പറയാം. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗംഗയുടെ മുഖത്തും ആകെ സങ്കടമാണ് കേട്ടോ. വിനീതും ഒത്തൊരു ജീവിതം ഗംഗ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഗംഗയുടെ മുഖത്ത് കാണാനുമുണ്ട്. ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് ഗംഗ ഒരുങ്ങിയിരിക്കുന്നത്. പക്ഷെ അമ്മയെ ഒട്ട് ധിക്കരിക്കാൻ സാധിക്കുന്നുമില്ല. അപ്പം പെട്ടെന്ന് കാവേരി നമ്മുടെ യമുനയോട് പറയും, എടി യമുനെ, നീ എന്നാൽ പോയി ഒന്ന് നോക്കിയിട്ട് വാ, അതിലേതാ ചെറുക്കൻ എന്നൊക്കെ, എങ്ങനെയുള്ള ആളാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം ഗംഗേച്ചി കൊണ്ട് നിർത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ എന്ന് പറയാം. അപ്പം ശരി എന്നാൽ ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ് യമുനയാണെങ്കിൽ ശാരദയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ഇതാണോ പെൺകുട്ടി എന്ന് ചെറുക്കൻ്റെ അമ്മ ചോദിക്കുക. ഏയ് അല്ല, ഇതെൻ്റെ മൂന്നാമത്തെ മോള യമുന, ഇവള് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം. അതെയോ, ഓ, ഇവിടെ 4 പെൺകുട്ടികളാണെന്ന് ജയപാലൻ പറഞ്ഞിരുന്നു. ഇളയാള് ചെറിയ കൊച്ചാലേ എന്ന് ചോദിക്കുക. ആ അതെ, അവൾ സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് ശാരദയുടെ അടുത്ത് ചെന്ന് യമുന ചോദിക്കും, ഇതിലേതാ അമ്മ ചെറുക്കൻ എന്ന് ചോദിക്കുക. ആ, എനിക്കറിയില്ല എന്ന് അപ്പോൾ പറയാം. അമ്മയ്ക്ക് അന്നൊന്ന് ചോദിക്കാൻ മേലായിരുന്നോ? പിന്നെ ജയപാലേട്ടനോട് ഞാൻ എങ്ങനെയാണ് അതൊക്കെ ചോദിക്കുക എന്ന് പറയാം. അപ്പോൾ പതിയെ അവിടെ ചുറ്റും കറങ്ങിയിട്ട് യമുനയും അകത്തേക്ക് കയറി ചെല്ലുക. നീ ചെറുക്കനെ കണ്ടോടി എന്ന് യമുനയെ കാണുമ്പോൾ തന്നെ കാവേരി ചോദിക്കുകയാണ്. ഞാനങ്ങും കണ്ടില്ല ചേച്ചി, ചെറുക്കൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അവിടെയുള്ള ആൾക്കാർക്കെല്ലാം അത്യാവശ്യം ആ ജയപാലങ്ങളുടെ തന്നെ പ്രായമുള്ള ആൾക്കാരാണ്. പിന്നെ ചെറുക്കൻ്റെ അമ്മയും അച്ഛനെന്നും തോന്നിപ്പിക്കുന്ന 2 പേരെയും കണ്ടു. ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട്. അത് അമ്മയാണെന്ന് തോന്നുന്നു. അല്ലാതെ ചെറുക്കനെ പറ്റി ഒരു വിവരവും ഇല്ല. അമ്മയ്ക്കും വലിയ ധാരണയില്ലെന്നാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറയണം. അപ്പം ചെറുക്കൻ വരാതെയാണോ ഗംഗേച്ചി അവരുടെ മുന്നിൽ കെട്ടി ഒരുങ്ങിപ്പോയി നിൽക്കാൻ പോകുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ യമുന പറയും, ഗംഗേച്ചിക്ക് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആലോചന വന്നില്ലേ, അതും ഇങ്ങനെ ആയിരുന്നല്ലോ. ആദ്യം ബന്ധുക്കളെല്ലാം വന്ന് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആ ചെറുക്കൻ വന്ന് കണ്ടാൽ മതിയെന്നായിരുന്നല്ലോ തീരുമാനം. ഇതും അതുപോലെയാകും. ഇപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും പെണ്ണ് കാണലൊക്കെ നടക്കുന്നത് എന്ന് പറയണം. അപ്പം നിങ്ങൾ 2 പേരെയും വിട്ടിട്ടും കാര്യമൊന്നും അറിയാൻ പറ്റിയില്ലെന്ന് സാരം. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഞാൻ എന്തായാലും പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ ഒരു വിവരം അറിയാത്ത ഒരു ചെറുക്കന് മുന്നിൽ ഗംഗേച്ചിയെ പോയി നിർത്തേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് കാവേരി ശാരദയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ കാവേരി കാണുമ്പം വീണ്ടും ചെറുക്കൻ്റെ അമ്മ ചോദിക്കും, ഇതാണോ പെൺകുട്ടി? ഏയ് അല്ല, ഇത് കാവേരി, എൻ്റെ 2ാമത്തെ പെൺകുട്ടിയാണ് എന്ന് പറയേ. അപ്പം ജയപാലൻ പറയും, ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങളോട് ഇവിടെ മുതിർന്ന 3 പെൺകുട്ടികളുണ്ടെന്ന്, അതിൽ 2ാമത്തെ ആളാണ്. അപ്പം കാവേരി കാണുമ്പോൾ ജയപാലന് ആകെ ഒരു പതർച്ച വരികയാണ് കേട്ടോ. അപ്പം ജയപാലനെ കണ്ണു തുറച്ച് നോക്കുകയാണ് കാവേരി. അല്ലമ്മേ, ഇതിലേതാ ചെറുക്കൻ എന്ന് ജയപാലനും കൂടി കേൾക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ കാവേരി ചോദിക്കുന്നത്. എടി നീ മിണ്ടാതിരിക്കുക എന്ന് പറയാം. എനിക്കറിയില്ല. അമ്മയ്ക്ക് അറിയില്ലെന്നോ? അമ്മയല്ലേ ഗംഗേച്ചിയോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞത്? ചെറുക്കനെ ഏതാന്ന് പോലും അറിയാതെയാണോ ചേച്ചിയെ കൊണ്ട് ഇവിടെ നിർത്തുന്നത് എന്ന് ചോദിക്കുക. ജയപാലേട്ടനോട് ഞാനതെങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് പറയാം. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പം ചെറുക്കൻ ഏതാന്ന് ഞാൻ ചോദിക്കുന്നത് ശരിയാണോ എന്ന് വീണ്ടും പറയാം. നീ പോയി ഗംഗയെ വിളിച്ചോണ്ട് വാ. ഗംഗ എല്ലാവർക്കും ചായ കൊടുക്കുമ്പം അവർ കാര്യങ്ങൾ പറയുമല്ലോ എന്ന് പറയാം. ദേ അമ്മേ, ഇതൊന്നും തീരെ ശരിയല്ല കേട്ടോ എന്ന് കാവേരി അപ്പം ശാരദയോട് പറയാം. നീ പറയുന്നത് ചെയ്യുക എന്നും പറഞ്ഞ് കാവേരിയെ ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ.
അങ്ങനെ ഗംഗയും കൂട്ടിക്കൊണ്ട് അവരെല്ലാവരും കൂടി വരികയാണ്. അപ്പം ഗംഗ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചായയൊക്കെ കൊടുക്കുക. നമ്മുടെ കാവേരിക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ലേ. പെട്ടെന്ന് ആ ചെറുക്കനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അയാൾ നമ്മുടെ ഗംഗയെ അടിമുടി വല്ലാത്ത രീതിയിൽ നോക്കുകയൊക്കെയാണ് കേട്ടോ. മിച്ചർക്ക് വായി കുത്തി കയറ്റിക്കൊണ്ട് പെൺകുട്ടികളെ കാണാത്ത രീതിയിലൊരു നോട്ടമാണ് അയാളുടെ. അപ്പം നമ്മുടെ ഗംഗയ്ക്കും അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് കാവേരിക്ക് ഗംഗയുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പം കാവേരി അമ്മയുടെ അടുത്ത് വന്ന് നിന്ന് ചോദിക്കും, അമ്മേ അതാരാ വായി നിറച്ച് മിച്ചറും കുത്തി കയറ്റിക്കൊണ്ട് ഗംഗേച്ചിയെ വല്ലാതെ തുറച്ചു നോക്കുന്ന ഒരു കിളവൻ, അതാരാ അത്? അതിപ്പം എനിക്കറിയില്ല എൻ്റെ കാവേരി, ഇത് ഒരു പെണ്ണ് കാണലാവുമ്പം അവരുടെ ബന്ധുക്കളൊക്കെ കൂടെ കാണുമല്ലോ, വകയിലെ ഏതെങ്കിലും ചേട്ടനോ അമ്മാവനോ ആരെങ്കിലും ആയിരിക്കും എന്ന് പറയാം. അപ്പം പെട്ടെന്ന് നമ്മുടെ ശാരദ ചോദിക്കും, അല്ല ചെറുക്കൻ ഇതിലേതാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അതെന്ത് ചോദ്യമാണ് ശാരദ, ഈ നിൽക്കുന്നതാ ചെറുക്കൻ എന്നും പറഞ്ഞ് അയാളെ ചൂണ്ടിക്കാണിക്കായിട്ടും ജയബാലൻ. അത് കേൾക്കുമ്പം എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇതോ ചെറുക്കനോ എന്ന് കാവേരി ചോദിക്കുക. അതേ മോളെ, ഈ ബന്ധം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യമാ, അത്രയ്ക്ക് ആസ്തിയുള്ള ചെറുക്കനാ. ദേ ഗംഗയുടെ കാര്യം മാത്രമല്ല നിങ്ങളെല്ലാവരുടെയും കാര്യം പിന്നെ ഇവൻ നോക്കിക്കോളും എന്ന് പറയാം. അപ്പോൾ കാവേരി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, ഗംഗച്ചി ആ ചായയും പലഹാരവും അവിടെ വെക്കുക, എന്നിട്ട് അകത്ത് കയറി പോകാൻ നോക്കുക എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ഗംഗയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ്. അപ്പോൾ ശാരദയ്ക്കും വല്ലാതായി പോവാം. ശാരദയും ജയബാലൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല. നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് കരുതിയിരുന്നത്. ജയബാലേട്ടാ, ഞങ്ങൾക്ക് ഈ ബന്ധത്തെപ്പറ്റി ഒന്നും കൂടി ഒന്ന് ആലോചിക്കണം എന്ന് പറയാം. ശാരദ, നീ എന്ത് വർത്തമാനോ ഈ പറയുന്നത്? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എന്തുകൊണ്ടും പറ്റിയൊരു വിവാഹാലോചനയാണ് ഇത്. നല്ല പയ്യനാ, ഇച്ചിരി പ്രായം കൂടുതലുണ്ട് എന്നുള്ളത് അത്ര വലിയ കാര്യമാക്കാനുള്ള കാര്യമൊന്നും ഇല്ല എന്ന് പറയാം. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എൻ്റെ മക്കളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ടേ ഇതിനൊരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റുള്ളൂ. ഞാൻ സ്വയം തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ. ഗംഗയാ ജീവിക്കേണ്ടത്. അവൾക്ക് ഇഷ്ടമുണ്ടേ മാത്രമേ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കൂ എന്ന് പറയും. ചെറുക്കൻ്റെ അമ്മ പെട്ടെന്ന് പറയും, അതെന്ത് വർത്തമാനോ നിങ്ങൾ പറയുന്നത്? എൻ്റെ മോന് അധികം പ്രായമൊന്നും ഇല്ല, അവന് മുടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രായം തോന്നുന്നതാ. സിനിമയിൽ പോലും ഇപ്പം എത്ര പ്രായ വ്യത്യാസത്തിലാണ് ചെറുക്കനും പെണ്ണും കല്യാണം കഴിക്കുന്നത്. നിങ്ങളുടെ പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി നമ്മൾ വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരത്തിന് മുതിരുന്നേ? എത്രയും വേഗം ഒരു ദിവസം കുറിച്ച് കല്യാണം നടത്താം, അതല്ലേ വേണ്ടത്. എൻ്റെ ചെറുക്കനെ പോലൊരു ബന്ധം ഈ കുടുംബത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് എന്ന് പറയാം. അതൊക്കെ ഞാൻ പിന്നെ പറയാം. എന്തായാലും ഇപ്പോൾ ഒരു വാക്കുറപ്പിക്കാൻ അതെന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ മാത്രം തീരുമാനത്തിൽ നടത്തേണ്ട കാര്യമല്ലല്ലോ ഒരു വിവാഹം. ഞാൻ എന്തായാലും എൻ്റെ മക്കളോട് കൂടി സംസാരിക്കട്ടെ, അവർക്കൂടി താല്പര്യമുണ്ടേ മാത്രമേ ഈ കല്യാണത്തിന് ഞങ്ങൾ മുതിരുള്ളൂ എന്ന് പറയാം. ജയബാലേട്ടൻ, ഇവരെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ പോകാൻ നോക്ക്, ഞാൻ കാര്യങ്ങൾ അറിയിക്കാം എന്ന് പറയാം. ശാരദയെ ഞാൻ ഒരിക്കൽ കൂടി പറയാം, ദേ ഈ കല്യാണം കഴിഞ്ഞാൽ ഗംഗ മാത്രമല്ല രക്ഷപ്പെടാൻ പോകുന്നത്, ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒന്നും എടുക്കാനും ഇല്ലയെന്ന് നീ ചിന്തിക്കണം. എല്ലാവരുടെയും കാര്യം ഇവൻ കണ്ടറിഞ്ഞ് നോക്കിക്കോളും. ഒരു ഗ്രഹനാഥൻ്റെ സ്ഥാനത്ത് ഇവൻ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയാം. ജയബാലേട്ട, ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഒന്നും കൂടി ഒന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം. അപ്പം രാധമ്മയും പറയും, വിവാഹകാര്യമൊക്കെ അല്ലേ, ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് നിങ്ങളെ വിവരം അറിയിക്കാം, അതുവരെ ഒന്ന് ക്ഷമിക്കുക എന്ന് പറയണം കേട്ടോ. അപ്പം ജയബാലൻ അവരെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. പെട്ടെന്നാണ് വിനീത് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം വിനീതിനെ കാണുമ്പം ചെറുക്കൻ്റെ അമ്മ ചോദിക്കും, ഇതാരാ? ഓ അതോ, ഇപ്പം പറയാം എന്ന് പറഞ്ഞ് വിനീതിൻ്റെ അടുത്തേക്ക് ജയബാലൻ ചെല്ലുക. അല്ല, നിൻ്റെ ഇവിടുത്തെ കിടന്നുള്ള ഈ കറക്കമൊക്കെ നിർത്താറായി കേട്ടോ. നീ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. നിനക്കിവിടെ നീ ആഗ്രഹിച്ച് ഇതുപോലെ സൂക്ഷിക്കുന്ന ഒന്നുണ്ടല്ലോ, അത് എന്തായാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതിനെ ഓർത്ത് നീ വെള്ളം വിഴുങ്ങിയിട്ട് കാര്യവും ഇല്ല. അതിനെ ഇവിടുന്ന് ഉടനെ തന്നെ ഞാനേ കടത്താൻ പോവാ. നിൻ്റെ ഗംഗയുണ്ടല്ലോ, അവളെ കല്യാണം കഴിച്ചയക്കാൻ പോവാണെന്ന്. നിന്നെപ്പോലെ ആപ്പി ഉപ്പ ചെറുക്കൻ്റെ കൂടെയൊന്നും അല്ല, നല്ല ഒന്നാന്തരം പയ്യൻ്റെ കൂടെ, നല്ല സ്വത്തും സമ്പാദ്യവും ആസ്തിയുള്ള പയ്യൻ്റെ കൂടെ. ഗംഗയെ സമ്മതിച്ച മട്ട് തന്നെയാണ്. അതുകൊണ്ട് അധികം ഇവിടെ കിടന്നുള്ള കറക്കൊന്നും വേണ്ട. പിന്നെ കല്യാണം വരെ നീ ഇവിടെ കയറി ഇറങ്ങിക്കോ. പന്തൽ കെട്ടാനും കാര്യങ്ങൾ നടപ്പാക്കാനും ഒന്നും ഇവിടെ ഇപ്പോൾ ആൺതുണി ഇല്ലല്ലോ. അതുകൊണ്ട് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനും പന്തൽ കെട്ടാനും അവളെ കൈപിടിച്ചു കൊടുക്കാനും ഒക്കെ മുന്നിൽ തന്നെ നീ വേണം എന്നും പറഞ്ഞിട്ട് രണ്ട് തട്ടും തട്ടിട്ട് ജയബാലൻ അങ്ങ് പോവാ. അത് കേൾക്കുന്ന വിനീത് ആകെ തകർന്ന് നിൽക്കുക. അപ്പം വീണ്ടും പയ്യൻ്റെ അമ്മ വന്ന് ചോദിക്കും, ഏതാ ആ ചെറുക്കൻ? ഓ അതോ, അതിവിടെ പണിക്ക് വരുന്നതാ, ഇവരെ ഒരു സഹായത്തിനൊക്കെ വരുന്ന ചെറുക്കനാ.
വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ആ കാണുന്ന ചന്തമൊക്കെ ഉള്ളൂ, അതിനെ ഒന്നും നിങ്ങൾ കാര്യമൊക്കെ എടുക്കണ്ട. അല്ല ജയബാല, ഈ കല്യാണത്തിന് അവർക്കത്ര സമ്മതമല്ലെന്ന് തോന്നുന്നല്ലോ. ഓ, അതാ ശാരദയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ മേലഞ്ഞിട്ടാ. അതവളൊന്ന് ജാടയിട്ടതല്ലേ, കുറച്ച് ഡിമാൻഡ് ഇട്ടതാ, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അവൾ നിങ്ങളുടെ പിന്നാലെ വരും, അവർക്ക് ഒരു ബഹുമാനം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആദ്യം വേണ്ട വേണ്ട എന്നൊക്കെ പറയുമ്പം നമ്മൾ അവരുടെ പിന്നാലെ ചെല്ലുമല്ലോ, അതാ അവരുടെ ലക്ഷ്യവും. അതൊക്കെ ഞാൻ നടത്തിക്കോളാം. ഈ ജയബാലനൊരു വാക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നടത്തി തന്നിരിക്കും. അതുകൊണ്ട് ഒന്നുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഈ കല്യാണം നടന്നു എന്ന് തന്നെ അങ്ങ് കൂട്ടിക്കോ എന്നും പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ്. സമയം വിനീതിൻ്റെ കടയിലാണെങ്കിൽ ബേബി ചേട്ടൻ ഇതുവരെ ഗംഗയുടെ പടം വരച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സലിമിക ചോദിക്കും, എൻ്റെ ബേബി ചേട്ടാ ഇത് ഇതുവരെ കഴിയാറായിട്ടില്ലേ എന്ന് ചോദിക്കുക. ദേ, നിൻ്റെ പടമൊന്നും അല്ല ഞാനിവിടെ വരച്ചു വെക്കുന്നത്, ഗംഗയുടെ പടമോ, അതും വിനീതിൻ്റെ ഗംഗ. അവൻ പറഞ്ഞത് കണ്ണുകൾക്ക് പോലും ഒരു പ്രകാശം വേണമെന്നാ. ഇത് വരച്ച് തീർന്നിട്ടും എനിക്കെന്തോ ഒരു കുറവുള്ളതുപോലൊരു തോന്നൽ. എന്തായാലും നന്നായിട്ട് തന്നെ ഉണ്ട്, വിനീതിന് ഇത് ഇഷ്ടപ്പെടും. അപ്പോഴാണ് വിനീതാകെ തകർന്ന മെട്ടിൽ അങ്ങോട്ട് കയറി വരുന്നത്. എടാ വിനീതെ, എങ്ങനെയുണ്ടെടാ ഈ പടം, നീ പ്രതീക്ഷിച്ചതുപോലെയൊക്കെ ആയിട്ടില്ലേ? അപ്പം സലിമിക്ക പറയും, ഓഹോ, എങ്ങനെയൊക്കെ ആണേലും അവളുടെ ഉള്ള രൂപത്തിലല്ലേ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതെ, നല്ല ഭംഗിയും കോലവും ഒക്കെ ഉള്ള ആൾക്കാരുടെ പടം വരച്ചാൽ തന്നെ എനിക്കൊരു സന്തോഷമാണ്. ഈ പടം വരച്ചപ്പം എനിക്ക് ആ സംതൃപ്തി കിട്ടി. ദേ, നിന്നെപ്പോലെയുള്ള ഓന്നുകളുടെ പടം വരച്ച് വെച്ചാലേ ഒരു സംതൃപ്തി എനിക്ക് കിട്ടാനും പോകുന്നില്ല. ദേ, നിൻ്റെ പടമൊന്നും അല്ലല്ലോ ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ കൂടുതൽ അങ്ങ് കളിയാക്കാൻ നിൽക്കണ്ട എന്ന് പറയാം. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ വിനീത് പറയും, രണ്ടുപേരും ഒന്ന് നിർത്താവോ, നിങ്ങൾക്ക് തമ്മിലടിക്കേണ്ട സ്ഥലമാണോ ഇത്, ഒന്ന് ഇറങ്ങി പോകാവോ എന്ന് ചോദിക്കുക. മോനെ, ഇത് ഞാൻ ബേബി ചേട്ടനാടാ, നീ എന്തിനാടാ എന്നോട് ദേഷ്യപ്പെടുന്നത്? നീ പറഞ്ഞതുകൊണ്ടല്ലേ നിന്റെ ഗംഗയുടെ പടം ഞാൻ ഇവിടെ വരച്ചു വെച്ചത്, ഞാൻ പറഞ്ഞോ വരയ്ക്കാൻ എന്ന് ചോദിക്കുക. അല്ല, കല്യാണമാകുമ്പോഴത്തേക്കും ഇവിടെ പടമൊക്കെ വരച്ചു വെക്കണമെന്ന് ഞാൻ തന്നെയാണ് കരുതിയത്, അതിൽ നിനക്ക് സന്തോഷമായിരുന്നല്ലോ, നിനക്കിപ്പോൾ എന്താ സംഭവിച്ചത്? ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഇറങ്ങിപ്പോ, എന്നോടൊന്നും ചോദിക്കല്ലേ, എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ ഈ കടയല്ലാതെ വേറൊരു സ്ഥലമില്ല, എന്നെ ഒന്ന് വെറുതെ വിട് എന്നും പറഞ്ഞ് തലയ്ക്ക് കൈയും താങ്ങി ഇരിക്കുകയാണ് നമ്മുടെ വിനീത്. അപ്പം സലിമിക്ക എഴുന്നേറ്റ് വരും. മോനെ, എന്താടാ ഉണ്ടായത്? നിന്റെ നെഞ്ച് തകരുന്ന രീതിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒന്നും പെരുമാറില്ല. സത്യം പറ മോനെ, എന്താടാ ഉണ്ടായത്? പ്ലീസ് സലിമിക്ക, ഒന്ന് ഇറങ്ങിപ്പോ, എനിക്ക് ഒന്ന് തനിച്ചിരിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ നിലത്തേക്ക് ഇരുന്ന് പോവാണ് കേട്ടോ വിനീത്. വിനീതിൻ്റെ ഈ തകർന്ന പോലത്തെ അവസ്ഥ കാണുമ്പോഴത്തേക്കും ആകെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് നമ്മുടെ സലിമിക്കയും ബേബി ചേട്ടനും. മോനെ, നിനക്ക് എന്തായിടാ ഉണ്ടായത്? എന്താണേലും ഞങ്ങളോട് പറ, ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട് എന്തേലും ആണോടാ എന്ന് സലിമിക്ക ചോദിക്കുക. അപ്പം കണ്ണ് നിറഞ്ഞ് ചുമന്ന കണ്ണുകളോടുകൂടി അവരെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ വിനീത്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും